ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസാസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ എനിക്കിന്ന് ചെറിയൊരു ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ സുന്നത്ത് മംഗലവും കാതുകുത്തൽ ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ രാവിലത്തെ കുറച്ച് പണികൾ തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ രാവിലത്തെ കാഴ്ചയാണിത്. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 7:30 7:45 ആ സമയത്തെ കാഴ്ചകളാണിത്. അപ്പോൾ എനിക്ക് കുറച്ച് തുണിയൊക്കെ അലക്കിയെടുക്കാനുണ്ട്. ഞാൻ തുണിയൊക്കെ ഇതാ അലക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വന്ന പോലെ ഞാൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഞാൻ അലക്കിയിട്ട് വരട്ടെ. ഇതാ 7:45 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 8:30 ആകുമെങ്കിലും എനിക്ക് 8:45 എനിക്ക് തുണിയൊക്കെ അലക്കിയിട്ടാവണം. അപ്പം ഞാനിപ്പോൾ പോയാലും എനിക്ക് പെട്ടെന്ന് തുണിയൊക്കെ അലക്കിയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ തുണിയൊക്കെ അലക്കിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾക്ക് തുണി അലക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 9 മണി കഴിഞ്ഞാൽ തുണിയെല്ലാം അലക്കിയിട്ടാകുമ്പോൾ 8:30 മുതൽ 8:45 വരെ ഞാൻ ടൈം പറഞ്ഞുതരാം. പക്ഷെ ഞങ്ങൾക്കില്ല, 9 മണി കഴിഞ്ഞ് തുണിയെല്ലാം അലക്കിയിട്ട് പിന്നെ ചായ കുടിച്ച് പിന്നെ കുളിച്ച് മോളെയും കുളിപ്പിച്ച് അങ്ങനെ ഡ്രസ്സെല്ലാം കീച്ചിട്ട് ഞങ്ങൾ സുന്നത്ത് മംഗലത്തിന് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാക്കാൻ്റെ മോൻ്റെ ആണ് സുന്നത്ത് മംഗലം. മോളം കാതുകുത്തലുണ്ട്. 2 ഫംഗ്ഷൻ ഒന്നിച്ച് നടത്തുന്നുള്ള. അങ്ങനെ ഞാൻ ഉമ്മ ഉപ്പ എൻ്റെ മോളെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ ഇത്ത പറഞ്ഞ് ഞാനും വരുന്നുണ്ട്, നിങ്ങളെ ബാക്കിലത്തെ ബസ്സിൽ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഓളെന്താക്കി കുമ്പള ബസ് സ്റ്റാൻഡിൽ കാത്തോളെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റെല്ലാം വാങ്ങാനുണ്ടായിന്, അതെല്ലാം മേങ്ങി. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം എനിക്ക് മറന്നുപോയി. അങ്ങനെ ഇത്താവും ഞങ്ങൾ എല്ലാം ആയിട്ടാകുമ്പോൾ 2ാമത്തെ ബസ്സിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്. പിന്നെ നല്ല വൈബായി ഞങ്ങൾക്ക് കണ്ട് ആ സ്ഥലം. നല്ല പുഴയെല്ലാം കഴിഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ പുഴയെല്ലാം കഴിഞ്ഞിട്ടായിന്. അങ്ങനെ 2ാമത്തെ ബസ്സിലും കയറിയിട്ടുണ്ട്. അങ്ങനെ ആടെ എത്തിയിരുതാ ഞങ്ങൾക്ക് മൂത്തമ്മാൻ്റെ മോള് അങ്ങനെ ഞങ്ങൾക്ക് ജ്യൂസ് കൊണ്ട് തന്ന് വെൽക്കം ഡ്രിങ്ക് കൊണ്ട് തന്ന് പിന്നെ ചെലവാ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ സറോത്ത് കൂട്ടുന്നല്ല വീഡിയോ എടുത്ത്. ഭയങ്കര സപ്പോർട്ടീവ് ചെയ്യുന്ന ആളാണ് മൂത്തമ്മാൻ്റെ മോളെന്ന് വെച്ചില്ലെങ്കിൽ. അങ്ങനെ മൂത്തമ്മാൻ്റെ മോളും നമുക്ക് വീഡിയോ എല്ലാം എടുത്ത് തരാൻ നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാൻ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തില്ല, എല്ലാം ആ മൂത്തമ്മാൻ്റെ പുള്ളിയാണ് എടുത്ത് തന്ന്. അവൾക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുപോകണം സുന്നത്താക്കിയ ചെക്കനെ. അങ്ങനെ പുതിയാപ്പിളനായിട്ട് പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദഫെല്ലാം മുട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ പോകുമ്പോഴുള്ള ക്ലിപ്സും തോന്നിയത് ഇതെനിക്ക് ഒരാൾ അയച്ചു തന്നത്. അപ്പോൾ ഞാനതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദഫെല്ലാം കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ അതെല്ലാവരും ഇതിനെ നോക്കുന്നുണ്ട്. ഇതിനൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇതിന് നല്ല സോങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സോങ്ങിൻ്റെ സൗണ്ടൊക്കെ മ്യൂട്ടാക്കിയതാണ്. എന്തെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ പേടിച്ചിട്ടാണ്. അപ്പോൾ നല്ല സോങ് ഉണ്ട്, എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതിനും കുറേ ദഫ്കളിയെല്ലാം ഉണ്ടായി. അപ്പോൾ ഞാൻ കുറേ ദഫ്കളിൻ്റെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന ദിവസം അപ്ലോഡ് ചെയ്യാന്ന്. ഇത് വീഡിയോൻ്റെ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാത്തതാണ്. അങ്ങനെ ഞങ്ങളുടെ മണവാള ചെക്കനെ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ മണവാളൻ ചെക്കന്. അൽഹംദുലില്ലാ ഡ്രസ്സെല്ലാം ഇട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല സൂപ്പർ മോനായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. അങ്ങനെ നിങ്ങൾ ദഫെല്ലാം കണ്ടു നോക്കി. ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ടതിന് ശേഷം എടുക്കുന്നതാണ് ഈ ദഫ്. അങ്ങനെ മണവാളൻ ചെക്കൻ ആടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ കാത് കുത്തിയ മണവാട്ടി പെണ്ണിനെ ആടെ ഇരുത്തിയിട്ടുണ്ട് സ്റ്റേജിൽ. അങ്ങനെ 2 ഒരുമിച്ച് സ്റ്റേജിൽ ഇരുന്നതിന് ശേഷം കളിക്കുന്നുള്ള ദഫ് കളിയാണിത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് അടിക്കാനും ഈ വീഡിയോയ്ക്ക് നല്ലൊരു കമൻറ്റ് അഭിപ്രായത്തിലൂടെ അറിയിക്കാനും മറക്കല്ലേ. അങ്ങനെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കി.
അങ്ങനെ ഇതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് സമയമില്ലായിട്ടാകുമ്പോൾ എല്ലാവർക്കും ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറെല്ലാം കൊടുക്കുന്ന തിരക്കാണ്. അതിൻ്റെ ഇടയിൽ ആ സൗണ്ടിൽ തന്നെ ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ കോപ്പിറൈറ്റിന് ഇഷ്യൂവിനെ പേടിച്ചിട്ട് ഇതാ കുട്ടികളെ കരയുന്നുള്ള സൗണ്ടൊക്കെ ഉണ്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൗണ്ടെല്ലാം ഓഫാക്കി എടുത്തതാണ്. അപ്പോൾ ഇതാ ഇതെല്ലാം വിളമ്പിയിട്ട് എടുക്കുന്ന സെറ്റാക്കി എടുക്കുന്നുണ്ട്. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ബേക്കുന്നവർക്കെല്ലാം കൊണ്ടുകൊടുക്കുന്ന തിരക്കിലും കൂടിയാണ് എല്ലാവരും. അപ്പോൾ ഇതാ ചിക്കനും കൂടി ഇടയിൽ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ചൂട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ. പിന്നെ അതുപോലെ തന്നെ ബീഫ് ബിരിയാണി ആണെങ്കിലും നൂഡിൽസ് ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് അടിച്ച് പൊളിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ വരുന്ന ഫുഡെല്ലാം കഴിക്കാനായിട്ട് അങ്ങനെ എല്ലാ സ്പെഷ്യലും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു ടേസ്റ്റിൽ. എല്ലാം കൂട്ടി ഒരു പിടി തന്നെ പിടിച്ച് അതിനതാ മോൾക്ക് ഞാൻ ഫസ്റ്റ് വാരിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. മോളാണെങ്കിൽ ന്യൂഡിൽസ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്ക് ലെഗ് പീസ് ചിക്കൻ ഫ്രൈയും കൊടുത്ത്. പക്ഷെ അവൾ എടുത്തത് മാത്രമാണ് പിന്നെ മൊത്തം ഞാൻ കഴിച്ച് തീർക്കേണ്ടി വന്നു. അവൾക്ക് ഇഷ്ടം ന്യൂഡിൽസ് എന്ന് പറഞ്ഞാൽ നൂഡിൽസ് എടുത്തതാണ്. പക്ഷെ പനിയുള്ളത് കാരണം നമുക്ക് കഴിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇതാ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് കുറേ നേരം എല്ലാവരോടും സൊറ പറഞ്ഞതിന് ശേഷം എന്താ വീട്ടിലേക്ക് മടങ്ങുന്നതാണ്. അപ്പോൾ മടങ്ങുമ്പോഴത്തെയാണ് കുറച്ച് കാഴ്ച സ്റ്റേജ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ടിൽ ഷോക്ക് ഉണ്ടായിരുന്ന കുറച്ച് ചെടികളുടെയൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി. പിന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടുന്ന് പോരാൻ നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ വീഡിയോ എടുത്തത്. പിന്നെ ഇതാ ഞങ്ങൾ വീണ്ടും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നതാണ്. ഒരു അരമണിക്കൂർ നേരം കട്ട പോസ്റ്റായിരുന്നു. ബസ്സാണെങ്കിൽ ഇല്ല ഇപ്പോൾ 5 മിനിറ്റ് മുന്നേ പോയതാണെന്നാണ് പറഞ്ഞത്. ഇനി അരമണിക്കൂർ നേരം കഴിയണമെന്ന്. അങ്ങനെ അരമണിക്കൂർ നേരം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ബസ് കിട്ടി. അങ്ങനെ ബസ്സിലിരുന്നിട്ടുണ്ട്. ബസ്സിലിരിക്കാൻ സീറ്റും കൂടി കിട്ടി. അങ്ങനെ ആടുന്ന് ബസ്സിലിറങ്ങിയതിന് ശേഷം ഒന്ന് മീൻ മാർക്കറ്റ് വരെ പോയി. അങ്ങനെ അവിടെ കണ്ട മീനിനൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി. എല്ലാ മീനിനും നല്ല നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ റേറ്റ് ഒന്നിനൊന്ന് മെച്ചായിരുന്നു. ഇപ്പോൾ മാമ്പഴക്കാലമായതുകൊണ്ട് എല്ലായിടത്തും മാമ്പഴം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നും വാങ്ങാൻ നിന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് മീൻ വാങ്ങി. പക്ഷെ അവിടെ നിന്ന് കൂടുതലുണ്ടായ മീനെന്ന് പറഞ്ഞാൽ വാള മീനായിരുന്നു. പിന്നെ കോളായിരുന്നു അധികം ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഒരുത്തുനിന്ന് ഉപ്പ മീനൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ മുള്ളേര ബസ്സിൽ കയറി. അങ്ങനെ അവിടുന്ന് നേരെ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നേരെ വീട്ടിൽ വന്ന് അപ്പോൾ അവിടുന്ന് കുറച്ച് ചോറ് അതൊക്കെ കൊണ്ടുവരുന്നു. അതെല്ലാം ചൂടാക്കിയതിന് ശേഷം ഞാൻ ചായ കുടിക്കുന്നതാണ്. ഞാനും ഉമ്മയും ഒന്നിച്ചിരുന്നു. ഉപ്പാണെങ്കിൽ പള്ളിയിൽ പോയി. അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്ന ബന്നും കൂട്ടിയിട്ട് ഞാനും ഉമ്മയും ചായ കുടിച്ചു. മോളാണെങ്കിൽ ബിസ്ക്കറ്റും കൂട്ടിയിട്ട് ചായ കുടിച്ച്. അങ്ങനെ ഉമ്മ തലേ ദിവസം രാത്രി തന്നെ അരിയൊക്കെ അരച്ച് വെക്കുന്നതാണ്. ഉസ്താദിൻ്റെ ചിലവാണ് പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ അതുകൊണ്ട് അരിയൊക്കെ അരച്ചെടുക്കുന്നതാണ്. രാവിലെ കറണ്ട് പോകാമെന്ന് പേടിച്ചിട്ട്. പണ്ട് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വിശേഷങ്ങളായി വരുന്നവരേക്കും ബായ്.